ഗസ്സ തളരില്ല, ട്രംപിന്റെ സ്വപ്നം അത്ര എളുപ്പവുമാകില്ല. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. വാർത്താ സമ്മേളനത്തിൽ ട്രംപ് ഒഴിപ്പിക്കല് സ്വപ്നം പ്രഖ്യാപിക്കുമ്പോൾ തൊട്ടടുത്തുനിന്ന ബെഞ്ചമിന് നെതന്യാഹു അഭിനന്ദന സൂചകമായി മൊഴിഞ്ഞത് ചരിത്രപരമെന്നായിരുന്നു. എന്നാൽ അത്ര എളുപ്പമാകില്ല ആ സ്വപ്ന സാഫല്യമെന്ന് 2023 ഒക്ടോബർ 7 ശേഷം നെതന്യാഹുവിന് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ചരിത്രം വായിച്ചാൽ ട്രംപിനും കിട്ടും പാഠങ്ങള്. കോളമിസ്റ്റ് ആൻഡ്രിയു മിക്ടറോവിക ഗസ്സക്കാരെക്കുറിച്ച് പ്രയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. ഇൻഡിഫാറ്റിജബിള് പീപ്പിള്, തളരാത്ത ജനത. ഗസ്സയിലെ ജനങ്ങളെ അവിടെ നിന്ന് ഇറക്കിവിടുമെന്നും ആ പ്രദേശം അമേരിക്ക ഏറ്റെടുക്കുമെന്നുമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ആക്രോശത്തിന് ഏറ്റവും നല്ല മറുപടിയാണിത്. തളരാത്ത ജനത. വംശഹത്യാപരമായ ആക്രമണങ്ങളെ ഇത്രയും കാലം അതിജീവിച്ചാണ് അവർ ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. ഗസ്സയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു യുവാവ് എത്ര ആക്രമണങ്ങളെ മറികടന്നാണ് തന്റെ ആയുസ് നിലനിർത്തിയിട്ടുണ്ടാകുക. അവിടെ അവശേഷിക്കുന്ന കുഞ്ഞുങ്ങളെ ഉമ്മമാര് എങ്ങനെയാകും സംരക്ഷിച്ചിട്ടുണ്ടാകുക. 62,000 പേരെങ്കിലും താത്കാലിക വെടിനിർത്തലിലൂടെ വെടിയൊച്ച നിലച്ച ഗസ്സയില് ഇത്തവണ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. മുഴുവന് കെട്ടിടങ്ങളും തകർന്നടിഞ്ഞ UN സെക്രട്ടറി ജനറലിന്റെ ഭാഷയില് പറഞ്ഞാല് ഭൂമിയിലെ നരകമായി മാറിയ ആ ചെറു ഭൂവിഭാഗത്തില് നിന്ന് മനുഷ്യര് ആഘോഷിക്കുന്നത് ലോകം കണ്ടതാണ്. തെക്കന് ഗസ്സയിലേക്ക് പലായനം ചെയ്തവര് വെടിനിർത്തലിന് ശേഷം വടക്കന് ഗസ്സയില് തിരിച്ചെത്തിയപ്പോൾ അവരുടെ മുഖത്തെ ആത്മവിശ്വാസം ലോകം കണ്ടതാണ്. ആ കാഴ്ച എല്ലാ ഫലസ്തീൻ വിരുദ്ധർക്കും നൽകുന്ന ഒരു ഉത്തരമുണ്ട്. ഇനിയൊരു ഈ ജനത തയ്യാറല്ല. ഗസ്സ ഇപ്പോഴൊരു തകർന്ന സ്ഥലമാണ്. അവിടെ കോൺക്രീറ്റ് കൂമ്പാരമാണ്. ഫലസ്തീനികൾക്ക് മറ്റു വഴികളില്ല. ഗസ്സ മുനമ്പ് US ഏറ്റെടുക്കും. ഞങ്ങളത് സ്വന്തമാക്കും. അവിടെ ഞങ്ങൾക്ക് ചില ജോലികളുണ്ട്. ഗസ്സയിലെ കെട്ടിടാവശിഷ്ടങ്ങളും പൊട്ടാത്ത ബോംബുകളും US നീക്കം ചെയ്യും. അവിടെ നിരപ്പാക്കും. ഗസ്സയെ പശ്ചിമേഷ്യയുടെ കടൽത്തീര സുഖവാസ കേന്ദ്രമാക്കി മാറ്റും. ആ മനോഹാരിത ലോകം കാണട്ടെ. ഇതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിന് നെതന്യാഹുവിനെ US വിളിച്ചുവരുത്തി ട്രംപ് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയിൽ നിന്ന് ഉണ്ടാകാവുന്ന ഏറ്റവും ആകർഷണീയമായ പ്ലാന്. ഓരോരുത്തരും കാര്യങ്ങളെ അവരുടെ നിലയിലാണല്ലോ കാണുക. പുനർനിർമ്മാണത്തിന് ഒഴിപ്പിക്കൽ അനിവാര്യമാണെന്ന് ട്രംപ് ഇതാദ്യമായി പറഞ്ഞതല്ല. താന് അധികാരമേറ്റതിന് പിറകെ അദ്ദേഹം വാർത്താലേഖകരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു. ഗസ്സയെ നേരെയാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. മനുഷ്യരെ അവിടെ നിന്ന് മാറ്റുക. ഈജിപ്തോ ജോർദാനോ തക്കാലം ഇവരെ സ്വീകരിക്കട്ടെ. തന്റെ നിരേശം തട്ടിക്കളയാന് ജോർദാനും ഈജിപ്തിനും സാധിക്കില്ലെന്നും അവരെ ഞാൻ ഏറെ സഹായിച്ചതാണെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ പദ്ധതി ട്രംപിന്റെ ബുദ്ധിയിൽ പെട്ടെന്നുദിച്ച ഒന്നല്ല. ഇത് ട്രംപിന്റെ മാത്രം പദ്ധതിയാണെന്ന് പറയാനുമാകില്ല. നെതന്യാഹുവിന്റെ പദ്ധതിയാണത്. ഗസ്സക്കാരെ പുറന്തള്ളുകയെന്ന പദ്ധതിക്ക് അന്തിമരൂപം നൽകിയത് 3 പേരാണ്. ഒന്ന് ജയേഡ് കുഷ്നർ. ട്രംപിന്റെ മകള് ഇവാങ്ക ട്രംപിന്റെ ഭർത്താവാണ്. ജൂതനുമാണ്. ട്രംപിന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലെ പ്രധാന പങ്കാളിയാണ്. കുഷ്നർ ഈയിടെ പറഞ്ഞത് ഗസ്സയുടെ തീരങ്ങൾ വിലയിടാനാകാത്ത വിധം മനോഹരമാണ്. അത് ആസ്വദിക്കാന് ലോകം മുഴുവന് വരുമേ ഇന്നാണ്. വലിയ വികസന സാധ്യതകളുള്ള ടൂറിസ്റ്റ് പ്രദേശം മാത്രമാണ് കുഷ്നർക്ക് ഗസ്സ. കുടിയൊഴിപ്പിക്കല് സംഘത്തിലെ രണ്ടാമത്തെയാള് ബസലേൽ സ്മോട്രിച്ചാണ്. ഇയാള് നെതന്യാഹു മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയാണ്. വെടിനിർത്തല് കരാറിനെ ശക്തമായി എതിർത്തയാളാണ് ഇയാള്. കൊന്നുതീർത്തെങ്കിലും ഒഴിപ്പിക്കല് പൂർത്തിയാക്കണമെന്നാണ് ഇയാളുടെ വാദം. 2005 ഓസ്ലോ കരാറിന്റെ ഭാഗമായി ഗസ്സയില് നിന്ന് പിൻവാങ്ങിയത് വലിയ വിഡ്ഢിത്തമായിപ്പോയെന്നും ഇയാൾ പറയുന്നു. മൂന്നാമന് സ്റ്റീവ് വിക്കോഫാണ്. ട്രംപ് ഭരണകൂടത്തിലെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധിയാണ് ഇദ്ദേഹം. സയണിസ്റ്റ് പക്ഷപാതിത്വമാണ് ഇദ്ദേഹത്തിന്റെ യോഗ്യത. ഈ 3 പേര് ചേർന്ന് നിശ്ചയിക്കുന്ന നയമാണ് നെതന്യാഹു നടപ്പാക്കാൻ പോകുന്നത്. ദീർഘകാല പദ്ധതി. പുനർനിർമ്മാണത്തിനു വേണ്ടിയല്ല ഈ ഒഴിപ്പിക്കലെന്ന് ട്രംപ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്നതാണ് പ്രധാന കാര്യം. ഗസ്സക്കാര് എപ്പോഴാണ് തിരിച്ചെത്തുക എന്ന ചോദ്യത്തിന് അത് ഇപ്പോൾ പറയാനാകില്ല എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ആവശ്യമെങ്കില് ദീർഘകാലത്തേക്ക് US സൈന്യത്തെ വിന്യസിക്കാന് തയ്യാറാകുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇസ്രായേലിന് ഭീഷണിയായ ഒന്നും അനുവദിക്കില്ലെന്ന ട്രംപിന്റെ പ്രഖ്യാപിത നിലപാടിന്റെ തുടർച്ച തന്നെയാണ് ഈ പ്രഖ്യാപനം. ഇത് ഭ്രാന്തോ വിചിത്ര ഭാവനയോ അല്ല. പശ്ചിമേഷ്യയെ എക്കാലവും സംഘർഷഭൂമിയാക്കി മാറ്റണമെന്നും ഈ അരക്ഷിതാവസ്ഥയിൽ നിന്ന് മുതലെടുക്കണമെന്നുമുള്ള പദ്ധതിയുടെ ഭാഗം തന്നെയാണിത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേൽ ഉണ്ടാകുന്നതിനു മുമ്പ് ഡേവിഡ് ബെൻ ഗൂറിയൻ ഇതേ കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1936 ഒക്ടോബർ 13 നടന്ന സയണിസ്റ്റ് യോഗത്തില് അദ്ദേഹം പറഞ്ഞു, ഭാഗികമായ ജൂതരാഷ്ട്രം ഒരവസാനമല്ല. അതൊരു തുടക്കം മാത്രമാണ്. രാജ്യത്തിന്റെ പരിസര ഭാഗങ്ങളിലേക്ക് കുടിയേറിപ്പാർക്കുന്നതിൽ നിന്ന് നമ്മെ തടയാൻ ആർക്കും സാധിക്കില്ല. 1938 അദ്ദേഹം കുറച്ചുകൂടി വ്യക്തമായി ഇക്കാര്യം പറഞ്ഞു. സയണിസ്റ്റുകൾ ആഗ്രഹിക്കുന്ന അതിരുകള് തെക്കന് ലബനാനും തെക്കന് സിറിയയും ഇപ്പോഴത്തെ ജോർദാനും പടിഞ്ഞാറന് തീരം മുഴുവനായും സിനായും ഉൾപ്പെടുന്നതാണ്. ഈ ബെൻഗൂറിയനാണ് പിന്നീട് ഇസ്രായേലിന്റെ ആദ്യ പ്രധാനമന്ത്രിയായത്. 4ാമത്തെ പ്രധാനമന്ത്രി ഗോൾഡ മേയർ 1969 പറഞ്ഞു,
30 വർഷത്തിനു ശേഷം ഫലസ്തീന് എന്ന രാഷ്ട്രത്തെക്കുറിച്ച് ആരും സംസാരിക്കില്ല. അങ്ങനെയൊരു ഭൂവിഭാഗം ഭൂമുഖത്തുണ്ടാകില്ല. അതുകൊണ്ട് ഗസ്സയെയും വെസ്റ്റ് ബാങ്കിനെയും ഇസ്രായേലിനോട് കൂട്ടിച്ചേർത്ത് അവിടുത്തെ മനുഷ്യരെ യാതൊരു പൗരാവകാശങ്ങളുമില്ലാത്തവരാക്കി പരിവർത്തിപ്പിക്കുക, ചെറുക്കുന്നവരെ ആട്ടിപ്പായിക്കുകയെന്നത് ദീർഘകാല പദ്ധതിയാണ്. വെസ്റ്റ് ബാങ്കിൽ അത് അതിവേഗം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫലസ്തീൻ അതോറിറ്റിയുടെ നിയന്ത്രണമുള്ള പശ്ചിമ തീരഭാഗം ചുരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഗസ്സയിൽ വെടിനിർത്തൽ വന്നതിനുശേഷം ജൂത കയ്യേറ്റം വ്യാപകമായിരിക്കുന്നു. ജെനിനില് നിരവധി പേരെ ഇസ്രായേൽ സൈന്യം കൊന്നുകഴിഞ്ഞു. അവിടെ ചെറുത്തുനിൽപ്പ് ഫലപ്രദമായി നടക്കാത്തതിനാൽ ആരും അറിയാതെ, പ്രഖ്യാപനങ്ങളില്ലാതെ പിടിച്ചെടുക്കല് നടക്കുന്നുണ്ട്. വാക്കുമാറ്റുന്ന യു.എസ്. അമേരിക്കയും കൂട്ടാളികളും എക്കാലവും വാദിച്ചു പോന്നത് ദ്വിരാഷ്ട്ര പരിഹാരത്തിനാണ്. ഇസ്രായേലിന് അനുകൂലമായ ഒരു വീതം വെപ്പാണ് അതെന്നറിഞ്ഞിട്ടും ഫലസ്തീൻ അതോറിറ്റി അതിനെ പിന്തുണച്ചു. ഒടുവിൽ അത്രയെങ്കിലുമാകട്ടെ എന്ന തീരുമാനത്തില് ഹമാസും എത്തിച്ചേർന്നു. ഇപ്പോൾ ആ സാധ്യതയും അടയ്ക്കാനാണ് ട്രംപിസത്തിന്റെ പിന്തുണയോടെ ഇസ്രായേൽ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്. ആദ്യ തവണ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ട്രംപ് ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ സാധ്യത അടച്ചിരുന്നു. അക്കാലം വരെയുണ്ടായിരുന്ന സർവ്വ പ്രസിഡന്റുമാരും ഒപ്പുവെക്കാതെ മാറ്റിവെച്ച ജെറൂസലം എക്സിക്യൂട്ടീവ് ഓർഡറിൽ ട്രംപ് തുല്യം ചാർത്തി. നിർദ്ദിഷ്ട ഫലസ്തീന് രാഷ്ട്രത്തിന്റെ തലസ്ഥാനമാകേണ്ട ജെറൂസലമിലേക്ക് ഇസ്രായേൽ തലസ്ഥാനം മാറ്റുന്നതിനെ പിന്തുണക്കുന്ന ഫയലായിരുന്നു അത്. കിഴക്കന് ജെറൂസലം ഒരിക്കലും ഫലസ്തീന് തിരികെ നൽകില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് ഇതുവഴി ട്രംപ് ഭരണകൂടം ചെയ്തത്. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള ഉത്പന്നങ്ങൾക്ക് മേഡ് ഇൻ ഇസ്രായേൽ സ്റ്റിക്കറടിച്ച് യു.എസിലേക്ക് കയറ്റിയാക്കാൻ അനുമതി നൽകിയതും ഒന്നാം ട്രംപ് ഭരണകൂടമായിരുന്നു. ഇപ്പോഴിതാ ഗസ്സ ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനവും. ഗ്രീൻലാൻഡും പാനമ കനാലും കാനഡയുമെല്ലാം കീഴടക്കി ഇയാൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇതാണോ യുദ്ധം അവസാനിപ്പിക്കാൻ വന്ന പ്രസിഡന്റ്? ഇദ്ദേഹത്തിന് വോട്ട് ചെയ്ത യു.എസിലെ അറബ് വംശജർ ഇപ്പോൾ എന്തു പറയുന്നു? അത്ര എളുപ്പമാകില്ല. വാർത്താ സമ്മേളനത്തിൽ ട്രംപ് ഒഴിപ്പിക്കല് സ്വപ്നം പ്രഖ്യാപിക്കുമ്പോൾ തൊട്ടടുത്തു നിന്ന ബെഞ്ചമിന് നെതന്യാഹു അഭിനന്ദന സൂചകമായി മൊഴിഞ്ഞത് ചരിത്രപരമെന്നായിരുന്നു. എന്നാൽ അത്ര എളുപ്പമാകില്ല ആ സ്വപ്ന സാഫല്യമെന്ന് 2023 ഒക്ടോബർ 7 ശേഷം നെതന്യാഹുവിന് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഹമാസ് കസ്റ്റഡിയിലുള്ള ഒരൊറ്റ ബന്ദിയെയും സൈനികമായി മോചിപ്പിക്കാന് നെതന്യാഹുവിന് സാധിച്ചിട്ടില്ല. ഹമാസിനെ നിശേഷം തുടച്ചു നീക്കാനുമായിട്ടില്ല. ഗസ്സക്കാരെ ആട്ടിയോടിക്കുകയെന്ന ലക്ഷ്യവും പൊളിഞ്ഞു. ആഭ്യന്തരമായി വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടു. ഒടുവിൽ വെടിനിർത്തലിന് വഴങ്ങേണ്ടിയും വന്നു. ചരിത്രം വായിച്ചാൽ ട്രംപിനും കിട്ടും പാഠങ്ങള്. വിയറ്റ്നാമിൽ നിന്നും അഫ്ഗാനിൽ നിന്നും ട്രംപിന് പഠിക്കാവുന്നതാണ്. ഒരു ജനതയെയും അങ്ങനെ കൊന്നുതീർക്കാനാകില്ല. അറബ് രാജ്യങ്ങളെ ഇസ്രായേലിന്റെ ബന്ധുത്വത്തിൽ എത്തിച്ച് ഫലസ്തീന് രാഷ്ട്രസ്വപ്നത്തെ കുഴിച്ചുമൂടാമെന്ന ലക്ഷ്യവും നടക്കാൻ പോകുന്നില്ല. സൗദിയും ഇസ്രായേലും ബന്ധം സാധാരണ നിലയിലാക്കുന്നതിന് ഫലസ്തീന് പ്രശ്ന പരിഹാരം ഒരു മുന്നുപാധിയല്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. ഫലസ്തീനിൽ എന്ത് സംഭവിച്ചാലും ഞാന് പറഞ്ഞാല് സൗദി ഭരണാധികാരികള് അനുസരിക്കുമെന്നാണല്ലോ അപ്പറഞ്ഞതിന്തം. അബ്രഹാം അക്കോർഡിന് തലവെച്ചുകൊടുത്ത യു.എ.ഇയും ബഹ്റൈനും പിറകെ സൗദിയും മറ്റ് അറബ് രാജ്യങ്ങളും ചെല്ലുമെന്നാണ് ട്രംപിന്റെ മനപ്പായസം. ഒക്ടോബർ 7 ഹമാസ് പ്രത്യാക്രമണവും പിറകെ നടന്ന വംശഹത്യയും കാര്യങ്ങളാകെ കീഴ്മേല് മറിച്ചിരിക്കുന്നു. ഫലസ്തീന് ഇന്നൊരു വിസ്മൃത വിഷയമല്ല. ലോകവേദികളിലെ സുപ്രധാന വിഷയമാണത്. അറബ് ജനസാമാന്യത്തിന്റെ വൈകാരിക വിഷയവുമാണ്. സ്വന്തം ജനത പ്രാരുണാനിരതരായി ഫലസ്തീനികളോട് ഐക്യപ്പെടുമ്പോൾ ഭരണാധികാരികൾക്ക് മറിച്ചൊരു തീരുമാനമെടുക്കാനാകില്ല. ട്രംപിന്റെ ആദ്യ പ്രസ്താവന വന്നപ്പോൾ തന്നെ അറബ് രാഷ്ട്ര കൂട്ടായ്മ യോഗം ചേർന്ന് ഈ നീക്കത്തെ തള്ളിക്കളഞ്ഞു. ഇന്നലെ സൗദി വിദേശകാര്യ മന്ത്രാലയവും നയം വ്യക്തമാക്കി. 1967 മുമ്പുള്ള അതിർത്തിയില് ഫലസ്തീന് നിലവില് വരാതെ ബന്ധുത്വത്തിന് ഞങ്ങളില്ല. ആ നിലപാടില് അറബ് രാജ്യങ്ങൾ ഉറച്ചുനിന്നാല് ട്രംപ് പ്ലാന് പൊളിഞ്ഞടിയും.